اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة ومن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസി, ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയും കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശിഷ്ട ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി ജീവിക്കാനും അവസാനം അല്ലാഹുവിൻ്റെ പ്രീതി നേടി കരിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇത് ദുൽഹജ്ജ് മാസം അസ്തമിക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഹിജ്റ കലണ്ടറിൽ ഒരു പുതുവർഷ പിറവി നടക്കുകയും മുഹറം നമ്മളിലേക്ക് ആഗതമാകുന്നു. ഇങ്ങനെ ഇംഗ്ലീഷ് കലണ്ടറിലും ഹിജ്റ കലണ്ടറിലുമൊക്കെ വർഷങ്ങൾ പൂർത്തിയാകുന്നു, കടന്നു പോകുന്നു. ദിവസങ്ങൾ നമ്മിൽ നിന്നും പൂർത്തിയാകുന്നു, കടന്നു പോകുന്നു. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, വർഷങ്ങൾ നമ്മുടെ പതിറ്റാണ്ടുകളായി, കാൽ നൂറ്റാണ്ടായി, അരനൂറ്റാണ്ടായൊക്കെ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. വളരെ ഭൂമിയുടെ കറക്കം ഗതിവേഗത്തിലാണ്. ദിവസങ്ങളൊക്കെ തന്നെ വളരെ ദ്രുതഗതിയിൽ ഇങ്ങനെ നടന്നു പോകുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഈ വെള്ളിയാഴ്ച വളരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും നമ്മൾ ഓർത്തു നോക്കുമ്പോൾ കഴിഞ്ഞ നാളുകൾ അതൊക്കെ വളരെ പെട്ടെന്ന് കടന്നു പോയതായി നമുക്ക് തോന്നുകയാണ്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാൾ വന്നു, വലിയ പെരുന്നാൾ കഴിഞ്ഞ് പൂർത്തിയായി, പൂർത്തിയായി, ഇങ്ങനെ പോവുകയാണ്. എല്ലാം ഇന്നലകളിൽ ഓർമ്മിക്കുമ്പോൾ ഇന്നലെ നടന്നതുപോലെ, മുമ്പെന്നോ കഴിഞ്ഞു പോയത് ഇന്നലെ നടന്നതുപോലെ വളരെ പെട്ടെന്ന് കടന്നു പോകുക. ഒക്കെ നമ്മുടെ ആയുസ്സാണ് ഒരു ഭാഗത്ത് തീർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയും അല്ലാഹു നിശ്ചയിച്ച ആ ആയുസ് എത്ര വർഷമാണ്, എത്ര കാലമാണ്, എത്ര സമയമാണ്, എത്ര മിനിറ്റാണ്, എത്ര സെക്കൻഡാണ് നമ്മുടെ ജീവിതം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ, 4 മാസം പൂർത്തിയാകുമ്പോൾ തന്നെ നമ്മുടെ അജൽ, നമ്മുടെ ആയുസ് അത് നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെ ഖജനാവിൽ കൃത്യമായി അവിടുത്തെ കലണ്ടറിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി എത്ര സമയമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ
അത് വളരെ ഭയത്തോടുകൂടി, പ്രതീക്ഷ നഷ്ടപ്പെട്ട നിലയിൽ, എന്നും ഒരു ഭീതിയോടുകൂടി ജീവിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈമാൻ പോലെയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ബൈനൽ ഖൗഫി വറജ, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ്. പരിശുദ്ധമായ ഖുർആനും ഹദീസും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തി ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയം തോന്നും, ഭയങ്കരമായ ഭയം. ഖബർ, മഹ്ശറ, പരലോക വിചാരണ, സ്വർഗം, നരകം, അവിടെയൊക്കെ ഞാൻ രക്ഷപ്പെടുമോ? അവിടെയൊക്കെ വലിയ വലിയ മഹാത്മാക്കൾ, പ്രവാചകന്മാർ, അവിടെയൊക്കെ ഭയപ്പെടുന്ന രംഗങ്ങൾ, പരിശുദ്ധ ഖുർആൻ, ഹദീസ്, പരലോകത്തെ വിചാരണ രംഗങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തിട്ട് നമ്മൾ വിറച്ചു പോകും, ഭയപ്പെട്ടു പോകും. പരിശുദ്ധ ഖുർആൻ ഓതി നിൽക്കുമ്പോൾ തന്നെ പരലോകത്തെ രംഗങ്ങൾ ഓർത്തിട്ട് സഹാബാക്കൾ തിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്. അതേപോലെ ചില മഹാത്മാക്കൾ ബോധം കെട്ട് ബോധരഹിതരായി നിലത്തു വീണിട്ടുണ്ട്. എന്റെ അവസ്ഥ എന്താകും, എന്റെ അവസ്ഥ എന്താകും എന്ന് ഓർത്തിട്ടാണ്. നേരെ മറുഭാഗത്ത് നോക്കുമ്പോൾ ഖുർആനും ഹദീസും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ തോന്നും, ഇൻഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെടും. കാരണം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോലും ആളുകൾ സ്വർഗത്തിൽ പോയതിന്റെ കഥകൾ ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ നമുക്ക് വലിയ പ്രയാസം തോന്നൂല, വലിയ പ്രതീക്ഷ തോന്നും, ഇൻഷാ അല്ലാഹ് ഞാനൊക്കെ രക്ഷപ്പെട്ടു പോകും എന്ന പ്രതീക്ഷയായിരിക്കും. നമുക്കറിയാമല്ലോ ഹദീസിലൊക്കെ പൂച്ചയെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ, പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലൊക്കെ സ്വർഗത്തിൽ പോയതിന്റെ കഥകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഈമാൻ നോക്കുമ്പോൾ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിട്ട് നമുക്ക് പോകും. അതേപോലെ തന്നെയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. എന്റെ ജീവിതം, എന്റെ ഭൗതികമായ ജീവിതം നാളെ എന്താണ്, നാളേക്ക് വേണ്ടിയുള്ള വലിയ വലിയ സ്വപ്നങ്ങളുമായി, പച്ചപ്പ് പിടിച്ച ചിന്തകളുമായി ഞാൻ ഓടി നടന്നുകൊണ്ടിരിക്കുക. പ്രതീക്ഷയാണ്, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ടാർഗറ്റ് പൂർത്തിയാക്കും, എന്റെ ബിസിനസ് ഞാനതിനെ വലിയൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും, എന്റെ പഠനം ഞാൻ വലിയ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. ഇങ്ങനെയുള്ള വലിയ വലിയ പ്രതീക്ഷകളുമായിട്ട് പോവുകയാണ്. അള്ളാഹുവിന്റെ സഹായത്തോടെ ഞാനത് വിജയിപ്പിച്ചെടുക്കുമെന്ന ചിന്തയും. നേരെ മറുഭാഗത്ത് മരണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നാളെ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? നാളേക്ക് വേണ്ടി നീ എന്താണ് കരുതി വെച്ചിട്ടുള്ളത് ചിന്തിക്കുക. നാളേക്ക് വേണ്ടി എന്താണ് നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത സമയം. എപ്പോഴും നമ്മുടെ ആയുസ് എവിടെ വെച്ചോ തീരുകയാണ്, നമുക്കറിയില്ല. എന്തുമാത്രം വല്ലാത്തൊരവസ്ഥയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ആയുസ് എത്രയെന്ന് നമുക്കറിയില്ല. ഒരു ഫാന് അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ ഫോൺ, ഇതിന്റെയൊക്കെ ഏകദേശം ഒരു കാലാവധി, ഒരു ആയുസൊക്കെ നമുക്ക് ഏകദേശം നിശ്ചയിക്കാൻ പറ്റും, കാണാൻ പറ്റും. പക്ഷെ മനുഷ്യരായ നമ്മൾ, അവന്റെ ആരോഗ്യത്തിന്റെ ദൗർബല്യം, അവന്റെ രോഗം അല്ലെങ്കിൽ അവന്റെ മറ്റെന്തെങ്കിലുമുള്ള പ്രയാസങ്ങൾ അതൊക്കെ വെച്ചിട്ട് മുൻകൂട്ടി കണക്കാക്കാൻ പറ്റില്ല. രോഗികൾ കിടക്കയിൽ കിടക്കും, ചെറുപ്പക്കാർ മരിച്ചു വീഴുകൊണ്ടിരിക്കുന്നു. ഇതാണ് മയങ്ങി വീഴുകൊണ്ടിരിക്കുന്നു, ആളുകൾ ബോധരഹിതരായി വീണുകൊണ്ടിരിക്കുന്നു, ആക്സിഡന്റുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പച്ചപ്പുള്ള പ്രതീക്ഷയുടെ ചിന്തയുമായി ഒരു ഭാഗത്തേക്ക് പോവുക, അതേപോലെ തന്നെ മറുഭാഗത്ത് നാളെ ഞാൻ ഇവിടെ ഉണ്ടാവൂല. രാവിലെ ആയി കഴിഞ്ഞാൽ നീ രാവിലെ നേരം വെളുത്താൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കേണ്ട. നീ രാത്രി എത്തിയാൽ നേരം വെളുക്കുമെന്നും പ്രതീക്ഷിക്കണം. അങ്ങനെയാണ് മഹാത്മാക്കൾ നമ്മെ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമ്മെ പഠിക്കുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് നമുക്ക് ഭയവും, മറ്റൊരു ഭാഗത്ത് പ്രതീക്ഷ. എന്റെ ജീവിതം അസ്തമിച്ചു പോകാൻ സമയമായി, മരണത്തെ കുറിച്ചുള്ള ചിന്ത. മറുഭാഗത്ത് നമുക്ക് പ്രതീക്ഷ, ഇനിയും ചെയ്യണം. ദുനിയാവിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ നാളേക്ക് വേണ്ടി കരുതിക്കൊണ്ട് ചെയ്യുക, നാളെ ഇനിയും ജീവിച്ചിരിക്കും എന്നതുപോലെ. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ നാളെ മരിക്കും എന്നതുപോലെ. അപ്പോ രണ്ടും കൂടി സമ്മിശ്രമായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു താളപ്പൊരുത്തത്തിലാണ് നമ്മളെന്നും ഞാൻ മരിച്ചോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന നിഷ്ക്രിയത്വമായിരിക്കും. ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ എന്തിനീ വീട് വെക്കും, ഞാൻ എന്തിനു വാഹനം വാങ്ങണം, ഞാൻ എന്തിനു വിവാഹം കഴിക്കണം, നാളെ മരിച്ചു പോകാനുള്ള ഞാനെന്തിന് ബിസിനസ് ചെയ്യണം,
മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ എന്ത് വേണം? പ്രതീക്ഷ വേണം. അതേസമയം മരണം എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതെനിക്ക് പരലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് എന്ന ഒരു ചിന്തയാണ്. അപ്പോ പരലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ പരലോകത്തെ ജീവിതം നന്നാവാൻ ഇഹലോകത്തെ ജീവിതം നന്നാക്കണം. അത് ഇവിടത്തെ ദുനിയാവിന്റെ ജീവിതവും ഉഹർവിയായ ജീവിതമാക്കി നമ്മൾ മാറ്റണം. ആ നിലയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നല്ല നിലയിൽ ജീവിക്കാൻ പറ്റും. മഹാന്മാരായ സഹാബാക്കൾക്കൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ ദീനനുസരിച്ച് പ്രതീക്ഷയോടുകൂടി നല്ല ജീവിതം കാഴ്ചവെക്കാൻ കഴിയും. അവരാരും കരഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയിരുന്നില്ല, ഞാൻ മരിച്ചോ ഖബറിലും മഹ്ശറായിരുന്നു. പ്രതീക്ഷയോടുകൂടി തന്നെ ജീവിച്ചു. അവരുടെ ജീവിതം കണ്ടാൽ നമുക്കറിയാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ചോദിച്ചു, ഇന്ന് മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ, ഇന്ന് നേരം പുലർന്നപ്പോ നോമ്പോടുകൂടി നേരം പുലർന്ന ആരാണുള്ളത്? ഇന്ന് നോമ്പ് ആർക്കാ അവിടെ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എനിക്ക് നോക്കുന്നില്ല, ഞാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസത, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ടോ? ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഞാനുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അത്അമ മിൻകുമുൽ യൗമ ജാഇഅൻ മിസ്കീനൻ, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരു സാധുവിനെ, ഒരു വിശന്നവന് ആഹാരം കൊടുത്തിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാനുണ്ട് നബിയേ. വീണ്ടും ചോദിച്ചു, മൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് നബിയേ. സഹോദരന്മാരെ, ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഇവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാളെ ഞാൻ മരിച്ചു പോകേണ്ടവനാണ്, എനിക്ക് സമയമില്ല. ഞാൻ പരമാവധി സൽക്കർമ്മങ്ങൾ ധൃതിപ്പെട്ട് ചെയ്തു കൂട്ടണം. നമ്മൾ ആഖിറത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പോ അങ്ങനെയാണ് മഹാത്മാക്കളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ഒരു സമയം പാഴാക്കുക. നമുക്കെല്ലാം ആഘോഷവും ആനന്ദവും ഉത്സാഹവും അഴിച്ചുപൊളിക്കലും പിന്നെ എന്താണ് തിന്നു തീർക്കലും ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. വിവാഹ വാർഷികം, എൻ്റെ 25ാം വിവാഹ വാർഷികം, 10ാം വിവാഹ വാർഷികം, 2ാം വിവാഹ വാർഷികം, ജനിച്ചിട്ട് 10 കൊല്ലം അല്ലെങ്കിൽ ജനിച്ചിട്ട് 5 കൊല്ലമായ മോന്റെ ബർത്ത്ഡേ ആഘോഷം. അതേപോലെ തന്നെ പിന്നെ നമ്മള് പിന്നെന്താണ് വേറെ പുതുവർഷ പുലരി, ഇങ്ങനെ തുടങ്ങി ഓരോന്നും ആഘോഷിക്കുകയാണ്. എന്താണ് ഈ ആഘോഷത്തിന്റെ കാരണം നമ്മൾ ആലോചിച്ചു? സഹോദരന്മാരെ, നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷം എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പടച്ചോനെ അൽഹംദുലില്ലാ, ഞാൻ തെരഞ്ഞെടുത്ത ആ കുട്ടിയുമായിട്ടുള്ള എൻ്റെ ജീവിതം ഇതുവരെ എത്തി. അള്ളാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. എൻ്റെ താഴെയുള്ളവരിലേക്ക്, മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. പടച്ചവന് ശുക്ർ ചെയ്യണം. ഇനി കുറച്ചുകൂടി ഞാൻ നന്നാക്കണം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഇണയുമായിട്ടുള്ള ജീവിതത്തിൽ എൻ്റെ കുറെ പോരാക്കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നികത്തി നല്ല മനുഷ്യനായിട്ട് ഇനി മുമ്പോട്ട് പോകണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കണക്കെടുപ്പും വീണ്ടും വിചാരവും ഒരു തിരുത്തലും ഒക്കെ വരുത്തിയാലല്ലേ മുമ്പോട്ട് പോവാം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുസ് കൂടി എന്ന് പറഞ്ഞാൽ, ഞാൻ മരണത്തിലേക്കുള്ള അടുപ്പം വർദ്ധിച്ചു, ഖബറിലേക്കുള്ള അടുപ്പം വർദ്ധിച്ചു എന്നല്ലോ അതിന്റെ അർത്ഥം. അതല്ലേ അതിന്റെ സത്യം. പിന്നെ എന്താ നമ്മളൊന്ന് തുളിച്ചാടുന്ന ആൾക്കാർ അല്ലെ? അപ്പൊ ഇതേപോലെ ഞാൻ ഈ പറയുന്നതിന്റെ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, മുഹറം അടുക്കാൻ പോകുന്നു, ഹിജ്റ കലണ്ടറിൽ ഒരു വർഷം പൂർത്തിയാകും. പക്ഷെ നമുക്കിപ്പോ ഹിജ്റ കലണ്ടറിൽ ഒരു വർഷം പൂർത്തിയാവും വിചാരിച്ചിട്ട് പുതുവർഷം പിറവി എന്നൊരു ചിന്തയൊന്നും നമുക്കില്ല. കാരണം നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പിടിച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ചിന്തിക്കുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആധികാരികമായ അവന്റെ കാലഗണന കണക്കാക്കപ്പെടുന്നത് പിന്നെ ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പരിഗണിക്കണം. നമുക്ക് ഒരു പുതിയ വർഷം വരികയാണ്, നമ്മളൊരു ആയുസ് പൊഴിഞ്ഞു വരികയാണ്. ഒരു വർഷം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഖബറിലേക്ക് അടുക്കുകയാണ്. അപ്പൊ നമ്മളെ പരിശോധിച്ച് നോക്കണം. എന്താ നമ്മളൊക്കെ അവസ്ഥ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കൊണ്ടുപോയി മരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെയൊക്കെ ഓടി നടക്കുന്ന നമ്മൾ ഇന്ന് ജുമാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. എന്താ ഉറപ്പാ വീട്ടിലേക്ക് പോകുന്നുള്ളത്?
നാളെ നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന എന്താ ഉറപ്പ്? നമ്മൾ പലതും തീരുമാനിച്ചിട്ടില്ലേ? നമ്മുടെ ഷോപ്പിന്റെ കാര്യത്തിൽ എന്തെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, ബിസിനസിന്റെ കാര്യത്തിൽ എന്തെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, മക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, വീടിന്റെ താമസവുമായി ബന്ധപ്പെട്ടിട്ട്, വീട് വെപ്പുമായി ബന്ധപ്പെട്ടിട്ട്, അങ്ങനെ എന്തെല്ലാം, മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പദ്ധതികളാണ് നമുക്കുള്ളത്. പക്ഷെ മരണം എന്നതൊരു പദ്ധതിയാണ്, ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്? അപ്പൊ ഇത് വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു ഡേറ്റ് നമ്മൾ അത് ചെയ്യുന്ന റബ്ബാണ് നിശ്ചയിക്കുന്നത്, മറ്റതെല്ലാം ഡേറ്റ് നമ്മൾ കാണും. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിൽ വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ആളുകളെല്ലാം ഒരു ഫോൺ കോളിന്റെ മുന്നിൽ നിശബ്ദരായി, കണ്ണുകൾ നിറഞ്ഞ് നടുങ്ങി തളർന്ന് കട്ടിൽ ചാഞ്ഞ് തളർന്നു കിടക്കുന്ന അവസ്ഥ. കസേരയിൽ എത്ര വലിയ ബലവാനാണെങ്കിലും തളർന്ന് മറ്റൊരാൾ സമാധാനിപ്പിക്കാൻ വേണ്ടി വരുന്നൊരവസ്ഥ. നമ്മുടെ വീടിന്റെ അന്തരീക്ഷമൊക്കെ അങ്ങ് മാറും, ആഘോഷമയമായ അവസ്ഥ അങ്ങ് മാറും. വീട്ടിൽ ബിരിയാണിയൊക്കെ വെച്ച് ആ ജുമാഴിൽ പോയിട്ട് എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞായിരിക്കും പോകും. പക്ഷെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഫോൺ കോൾ എത്തുകയാണ്, ജുമാ കഴിഞ്ഞു, ആള് തളർന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വളരെ പെട്ടെന്ന് നമ്മുടെ വീടിന്റെ അവസ്ഥകൾ മാറിപ്പോവുകയാണ്. അവിടെ ടാർപോളിൻ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി നമ്മൾ ആരും ഏർപ്പെടുത്താത്ത ചില ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ്. ഗൃഹനാഥനായ ഞാനാണ് എന്റെ വീട്ടിലെ എന്തും ഇതുവരെയും തീരുമാനിച്ചത്, ഈ നിമിഷത്തിൽ ഞാനല്ല. ആരോ അവിടെ കുറെ കസേരകൾ കൊണ്ടുവന്നിടാൻ വേണ്ടി പറയുകയാണ്, ആരോ അവിടെ ടാർപോളിൻ കൊണ്ടുവന്ന് കെട്ടി മഴയിൽ നിന്ന് ആളുകൾക്ക് നനയാത്ത അവസ്ഥ ഉണ്ടാക്കാൻ പറയുകയാണ്. അവിടെ ലൈറ്റുകൾ കൊണ്ടുവന്ന് വെച്ച് കെട്ടുകയാണ്, അവിടുത്തെ വഴികളൊക്കെ ശരിയാക്കി വിടുന്നു. പെട്ടെന്ന് കിടന്ന കട്ടിലൊക്കെ എടുത്ത് മാറ്റി, അതിലെ ബെഡൊക്കെ ഇനി ആവശ്യമില്ല, എടുത്തങ്ങ് മാറ്റുകയാണ്, എടുത്തങ്ങ് കളയുകയാണ്. എന്നിട്ട് ആ തടിക്കട്ടിലെടുത്ത് ഇങ്ങോട്ട് ഇടുകയാണ്. ഇനി നമ്മളെ കിടത്താൻ, ഇതിന് കുളിപ്പിക്കാൻ. നമ്മുടെ ഷർട്ട്, നമ്മൾ ധരിച്ചു പോയ ഈ ഷർട്ടിന്റെ ബട്ടൺ ആരൊക്കെയോ വന്ന് കഴിച്ചു മാറ്റുകയാണ്. നമ്മളുമായിട്ടൊരു ബന്ധമുള്ള ആളായിക്കൊള്ളുന്നില്ല. എന്നിട്ടൊരു തുണിയിട്ട് മൂടുകയാണ്. അലമാരയിൽ ഇപ്പോഴൊന്നും നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വെള്ള തുണി കൊണ്ടൊന്ന് മൂടുകയാണ്. നമ്മൾ കുളിപ്പിക്കുന്നു, ആരോടും ഒന്നും ചോദിക്കുന്നില്ല, അങ്ങ് തീരുമാനിക്കുകയാണ്. ആ ഇപ്പൊ അടക്കല്ലേ, കല്യാണം ആലോചിച്ചപ്പോ തീരുമാനിച്ചു ഇന്ന സമയത്ത് നമുക്ക് നിക്കാഹ് നടത്താം, ആ സമയം അല്ല തീരുമാനിച്ചു, അതനുസരിച്ച് സമയമൊക്കെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞു. ഇത്ര മണിക്ക് കവറടക്കുകയാണ്. ഓ, എത്ര പെട്ടെന്നാണ് എടുത്തോണ്ട് പോയത്. സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥ എത്ര പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്കൊക്കെ കടന്നു വരാമല്ലോ. നമ്മൾ അതിനു വേണ്ടി എന്തൊരുക്കണം? നമ്മളെ കടങ്ങൾ ഒരു ഭാഗത്ത് കിടപ്പുണ്ടാവും, നമ്മുടെ ബിസിനസ് ആളുകളിൽ നിന്ന് വാങ്ങിയതും കൊടുക്കാനുള്ളതുമായ കണക്കുകൾ കുറെ ഉണ്ടാകും. അതേപോലെ തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, മക്കള്, ഭാര്യ, കുടുംബക്കാര്, രക്തബന്ധുക്കള്, സുഹൃത്തുക്കള്, നാട്ടുകാരുമായി ബന്ധപ്പെട്ട് എത്രയേറെ ഇടപാടുകളും സംഭാഷണങ്ങളും പെരുമാറ്റങ്ങളും കരാറുകളും ഒക്കെ ആയിട്ട് കുറേയേറെ കാര്യങ്ങൾ, ആളുകൾക്ക് പരദ്രോഹങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ കടബാധ്യത എവിടെയൊക്കെ ആർക്കൊക്കെ കൊടുക്കാനുള്ള ഒന്നും അറിയില്ല. സഹോദരന്മാരെ, ഒരു മുഅ്മിൻ 2 രാത്രി കഴിച്ചു കൂട്ടാൻ പാടില്ല, അവന്റെ വസിയത്ത് എഴുതി വെച്ചിട്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടബാധ്യതയുള്ള ആളെ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചോളൂ. നമ്മളില്ല. അപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ആ കടബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്തസാക്ഷിയുടെ എല്ലാ പാവങ്ങളും ഒന്ന് പുറത്തു കൊടുക്കും. നമ്മുടെ അവസ്ഥ എന്താ സഹോദരന്മാരെ? വളരെ നിസ്സാരമായി 5 രൂപയല്ലേ 10 രൂപയല്ലേ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മള് വലിയ സംഖ്യകൾ തന്നെ വാങ്ങും, ശ്രദ്ധിക്കാതെ നിൽക്കും. ആരോടൊക്കെ എന്തൊക്കെ ബാധ്യതകളോട് അതൊരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ ഒരാൾ പറയും, ഇദ്ദേഹത്തിന്റെ പേരിൽ പിന്നെ ആർക്കെങ്കിലും വല്ലതും കൊടുക്കാണെങ്കിൽ അത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു ഭംഗി വാക്ക് പോലെ പറഞ്ഞു കളയും. പക്ഷെ ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. റബ്ബുമായി ബന്ധപ്പെട്ട പാപങ്ങൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ. ഏത് സമയവും ഒരു മുഅ്മിൻ മരണത്തിന് തയ്യാറായിട്ട് വേണം ജീവിക്കാൻ. സമയമില്ല, പരമാവധി നന്മകൾ ചെയ്തു, നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നല്ല. മഹാന്മാർ പറയാറുണ്ട്, അക്സറു അഹ്ലിന്നാരി അൽ മുസവ്വിഫൂൻ,
അധികം നരകത്തിൽ കിടക്കുന്ന അധികം ആളുകൾ ആരാ? മുസവ്വിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ സൗഫ അമൽ, പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചാണ്. വരട്ടെ, സമയമുണ്ടല്ലോ, നിസ്കരിക്കാം. ഇപ്പൊ ജുമയ്ക്ക് പോവാൻ, ജമാഅത്ത് നിസ്കാരം, ഫർള് നിസ്കാരം ഒക്കെ മുടങ്ങാത്ത നിലയിലൊക്കെ നിസ്കരിക്കണം. വരട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. അടുത്ത സമയം മുതൽ ഇന്ന സമയം മുതലാവട്ടെ എന്ന് തീരുമാനിക്കും. ജമാഅത്തിനൊക്കെ പള്ളിയിൽ പോകണം, വരട്ടെ. സക്കാത്ത് അത് കൃത്യമായിട്ട് കൊടുക്കണം, വരട്ടെ. ചെയ്യാം, നല്ലവനാവണം. ഈ മദ്യപാനം, ഈ ലഹരിയൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഈ അവിഹിതമായ ബന്ധങ്ങളും ഈ കോണ്ടാക്റ്റുകളും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കണം. വരട്ടെ, നല്ലവനാവണം. സമയമുണ്ട്, സമയം വരട്ടെ, സമയം വരട്ടെ. സഹോദരന്മാരെ, കഴിയൂല. ഇപ്പൊ തീരുമാനിച്ചതാണ്. ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. അല്ലാഹു തആല നമ്മളെല്ലാ അവസ്ഥകളും നന്നാക്കി തരും. ഒരുപാട് ആളുകളെ അറിയാം. സ്ഥിര മദ്യപാനിയായ ഒരു സഹോദരൻ, അദ്ദേഹത്തോട് പിന്നെ എന്താണ്, ഇതിന്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധു മരിച്ചപ്പോൾ പിന്നെ എല്ലാം നിർത്തി നല്ലവനായി ജീവിക്കാൻ തീരും. പിന്നെ നിസ്കാരം അപ്പോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഈ നിസ്കരിക്കുന്നതിന് മുമ്പുള്ള സമയത്താണ് നിങ്ങളുടെ അവസ്ഥ എന്താ? ഇപ്പൊ മരിച്ച എവിടെ പോകാന്ന് ചോദിച്ചു. നരകത്തിൽ പോകുന്നത് ഇയാളെ പൊട്ടിക്കരയാണ്. അപ്പൊ നരകത്തെ കുറിച്ചുള്ള ഭയമുണ്ട്, പരലോകത്തെ കുറിച്ചുള്ള ബോധമുണ്ട്. പക്ഷെ അയാൾക്ക് നന്നാവാൻ കഴിയുന്നില്ല. അയാൾ പിന്നീട് ആ മരണത്തിന്റെ വേർപാടിന്റെ വേദനയൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ പിന്നെ പഴയ ജീവിതത്തിലേക്ക്. ഒരു ദിവസം ലഹരിബാധിതനായി ഇങ്ങനെ പോകുന്ന സമയത്ത് എതിരെ വന്ന വണ്ടി ഇടിച്ച് മരിച്ചു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. നല്ല മനുഷ്യൻ, എല്ലാവർക്കും ഉപകാരം. പക്ഷെ ഇതാണ് അവസ്ഥ. സഹോദരന്മാർ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. പിന്നീട് നന്നാവാം, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ ഒരു കാര്യവും മാറ്റി. ഇപ്പൊ ചെയ്യാൻ തീരുമാനിച്ചാൽ രക്ഷപ്പെടും. അങ്ങനെ ഒരു ചിന്ത ഇപ്പൊ ആരുടെയെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ഏതെങ്കിലും തെറ്റുകളെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ തിരുത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അത് രക്ഷപ്പെടും. വരട്ടെ എന്നത് ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്, അത് രക്ഷപ്പെടും. കാരണം എന്നും ആ ചിന്ത അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അതാത് സമയങ്ങളിൽ മുഅ്മിനായി ജീവിക്കാനുള്ള തൗഫീഖ് തന്നു. സഹോദരന്മാരെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇന്ന് പ്രത്യേകമായി സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക്, നമ്മളെപ്പോഴും ഈ ഖബറിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നു. പരലോകത്തേക്ക് പോകാനുള്ളവരാണ്. നമ്മളിവിടെ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കണം. ഉസ്മാൻ റളിയല്ലാഹു തആല നമുക്ക് ഭയങ്കര അത്തഖാഖൽബിന്റെ ഏറ്റവും ഉയർന്ന തഖ്വയുള്ള ഒരു മഹാനാണ്. ഉസ്മാൻ റളിയല്ലാഹു കൂടെ ഖബറിനെ ഓർത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുന്നു. അതെന്താണ്? മഹ്ശറയെ കുറിച്ച് പോലും അത്രത്തോളം പേടി കാണിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ വഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറ. ഈ ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള ഇടത്താവളങ്ങളിൽ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ്. അവിടെ നിന്ന് ആ ചെക്കിങ്, ഇൻസ്പെക്ടർമാരൊക്കെ വന്നിട്ട് ആ ചെക്കിങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, അവിടെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെയുള്ളത് എളുപ്പമായി. അവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ, ആദ്യം മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് രക്ഷപ്പെട്ടില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ളത് കടുകട്ടിയായി രക്ഷപ്പെടില്ല. അപ്പൊ ഖബറിനെ ഓർത്തിട്ട് പൊട്ടിക്കരയുക. നമുക്കങ്ങനെയൊക്കെ ചിന്ത വരാറുണ്ടോ? നമ്മളെ അടക്കാൻ ഇപ്പൊ ഒരാളെ കൊണ്ടുവന്ന് ഖബറടക്കുകയാണ്, തൊട്ടടുത്തൊരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നത്. ആർക്കുള്ളതാണ്? ആർക്കെങ്കിലും ഒരു പ്രവചന മത്സരം വെച്ചാൽ വിജയിക്കൂലാരും. കാരണം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ ആരാണ് അവിടെ ഒരാളുടെ. ആരും ആവാം. ആ സ്ഥലം ഒരു ചോദ്യചിഹ്നം. ഇന്ന് ഖബറടക്കപ്പെട്ട സ്ഥലത്തിന്റെ തൊട്ടടുത്ത് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഒരു വലിയ ചോദ്യചിഹ്നം ഉയർന്നു നിൽക്കുന്നു. ആരാണ് ഇവിടെ അടുത്തത് താമസത്തിന് വരിക? നമ്മൾ ഓരോരുത്തരിലേക്കും ചൂണ്ടുന്നുണ്ട്. ആരും ആവാം. അപ്പൊ ആ നിലയിൽ ഖബറിനെ കുറിച്ച് ഓർക്കുന്ന അവസ്ഥ നമ്മളിൽ എല്ലാവരും ഉണ്ടാകും. നമ്മൾ മരിച്ചാല് നമ്മുടെ കുടുംബത്തെ നമ്മൾ ഈ ദീന് ഏൽപ്പിച്ചിട്ടാണോ പോകുന്നത്? നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ മയ്യത്ത് നിസ്കരിക്കാണെങ്കിൽ ആൺപിള്ളേരുണ്ടോ? നമ്മളൊക്കെ ഇപ്പൊ സ്കൂള് തുറന്നു,
വിദ്യാഭ്യാസത്തോട് വിദ്യാഭ്യാസം, വമ്പിച്ച പഠനം, വളർച്ച, ഉയർച്ച, ബിരുദം, ബിരുദാനന്തര ബിരുദം, പിന്നെ അങ്ങേയറ്റം അൽഹംദുലില്ലാഹ് നല്ല കാര്യം, അല്ലാഹുവിന്റെ നാമത്തിൽ പടച്ചോളെ മുൻനിർത്തി പഠിച്ചോളി രക്ഷപ്പെടും. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ദീനിന്റെ ബേസിക്കായ അടിസ്ഥാനപരമായ മൗലികമായ കുറെ കാര്യങ്ങൾ അവിടെയൊക്കെ ഒരു ദീനിന്റെ വക്താവായി ദീനിനെ പ്രതിനിധീകരിക്കാൻ എൻ്റെ മോനിൽ എൻ്റെ മോൾക്ക് കഴിയും. ഏറ്റവും വൈകാരികമായ ഒരു നിമിഷമാണല്ലോ മരണം. വാപ്പ മരിച്ചു കിടക്കുന്നു, ഉമ്മ മരിച്ചു കിടക്കുന്നു. ഇവരൊന്ന് കുളിപ്പിക്കാൻ ഇവനറിയാം, ഇവരൊന്ന് ജനാസ നിസ്കരിക്കാൻ അറിയോ? എനിക്കറിയാം. മോനെ കാത്തു നിൽക്കുകയാണ്, മോനാണ് മയ്യത്ത് നിസ്കരിക്കാൻ പോണത്. 3 തക്ബീറിൽ സലാം കിട്ടിയവരും 5 തക്ബീറിൽ സലാം കിട്ടിയവരുണ്ട്. പിന്നെ അയാളെ വിഷമിപ്പിക്കാൻ പാടില്ല, ഉസ്താദ് തന്ത്രപരമായി ഇടപെട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ നിസ്കരിക്കാൻ നിസ്കരിച്ച സംഭവം. മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആ അറിയോ? മക്കളെ വിളിച്ചിട്ടൊന്ന് ചോദിക്കണം, എടാ നിനക്ക് മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആ അറിയാമോ? ഒന്ന് ചൊല്ലിക്കണം, വാപ്പായോ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കണ്ടേ? ഫാത്തിഹ ഓതാ അറിയോ നിസ്കാരത്തിൽ? നമസ്കാരം എങ്ങനെയാണെന്ന് അറിയും. ഇതൊക്കെ ഒന്ന് ബേസിക്കായ കുറെ കാര്യങ്ങൾ. അല്ലാഹു യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ? റബ്ബിനെ കുറിച്ച് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടോ? ആ ഒരു ബന്ധമുണ്ടോ? ആഖിറത്തെ കുറിച്ച് എൻ്റെ മക്കൾക്കും കുടുംബത്തിനും എന്താണ് ചിന്ത? ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെന്താ ചെയ്ത്? ഇതൊക്കെ വെറുതെയാണെന്ന് വിചാരിച്ചു സഹോദരന്മാര്. ഇതൊക്കെ നേരിട്ട് കാണാൻ പോകും. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു 40 ആളെങ്കിലും അവിടെ മയ്യത്ത് നിസ്കാരത്തിന് കൂടിയാൽ ശുപാർശ ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ 100 ആളുണ്ടായാൽ അല്ലാഹു തആല ആ ശുപാർശ സ്വീകരിക്കും എന്ന് പറയുന്ന ഹദീസ് നോക്കേണ്ടതാണ്. അപ്പൊ മയ്യത്ത് നമസ്കാരം അത് എനിക്ക് വേണ്ടി കുറേ ആളുകൾ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഞാൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാവണം. എന്റെ സ്വഭാവം, എന്റെ പെരുമാറ്റം, എന്റെ ഇടപാടുകൾ, എന്റെ പരോപകാരങ്ങൾ ഇതെല്ലാം എല്ലാവർക്കും പ്രിയപ്പെട്ടതായിത്തീരും. അപ്പൊ ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തിയെടുക്കണം. മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഖീറാത്ത് പ്രതിഫലം. അത് മയ്യത്തിനെ സംസ്കരിക്കുകയും അനുഗമിക്കുകയൊക്കെ ചെയ്യുന്നതിന്, മയ്യത്ത് നമസ്കരിക്കുന്നതിനും അതേപോലെ തന്നെ പിന്നെ കബറടക്കുന്നതിനും അതിൻ്റെ കൂടുന്നതിനും ഒക്കെ തന്നെ 2 ഖീറാത്ത് പ്രതിഫലം. എന്താ ഖീറാത്ത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത് വലിയ 2 മലകൾക്ക് അത്രയും വലുപ്പമുള്ള പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആരിവിടെ മരിച്ചെന്ന് കേട്ടാൽ ഓടിക്കൂടണം, ജനാസ നിസ്കാരത്തിനെങ്കിലും പങ്കെടുക്കണം. അതൊരു ശുപാർശയുടെ ഒരു ശഫാഅത്താണ്. നമ്മളൊരു സഹോദരന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ്. ഹൃദയം നൊന്ത് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സഹോദരിമാർക്കും ഇത് ചെയ്യണം. നമ്മുടെ വീടുകളിൽ സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം എന്തുകൊണ്ടാണത്? ജനാസയെ പിന്തുടരുന്നത് സ്ത്രീകൾ അത് ചെയ്യേണ്ടതില്ല എന്ന് വിലക്കപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതിന്റെ മറപിടിച്ച് ജനാസ നിസ്കാരവും കൂടി നമുക്കെവിടെ നിന്ന് അതിനുള്ള ആധാരം കിട്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞപ്പോ അവിടെ ആദ്യം പുരുഷന്മാർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്ന് നിസ്കരിച്ചു. ഇമാമില്ല, ഇമാം അവിടെ വഫാത്തായി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പുരുഷന്മാർ വന്ന് നമസ്കരിച്ചു. അത് കഴിഞ്ഞ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്ത്രീകൾ വന്ന് നമസ്കരിച്ചു. അത് കഴിഞ്ഞ് കുട്ടികൾ വന്നിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമസ്കരിച്ചു. ഹദീസിൽ കാണാൻ കഴിയും. സഹോദരന്മാരെ, ഇതേപോലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വഫാത്തായി. അപ്പോഴും ഇതേപോലെ തന്നെ സ്ത്രീകൾ അവിടെ നമസ്കരിച്ചതായിട്ട് കാണാൻ കഴിയും. വഅമ്മാ സ്വലാത്തുൻ നിസാഇ അലൽ ജനാസ, ഇമാം നവവി റഹിമഹുല്ലാഹ് ശറഹുൽ മുഹദ്ദബിൽ പറയുന്നത് കാണാം. വഅമ്മാ സ്വലാത്തുൻ നിസാഇ അലൽ ജനാസ, സ്ത്രീകൾക്കുള്ള ജനാസ നമസ്കാരം ഫുറാദ വ ജമാഅ, ജമാഅത്തായിട്ടും ഒറ്റയ്ക്കൊറ്റയ്ക്കുമുള്ള നമസ്കാരം ഫമശ്റൂഅത്തുൻ, അത് ശറഅക്കപ്പെട്ടതാണ്, ഇസ്ലാമിൽ നിയമമാക്കപ്പെട്ടതാണ്. വസല്ല അസ്വാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല അബീ ബക്കർ സിദ്ദീഖ് ഫിൽ ഹുജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നമസ്കരിച്ചിട്ടുണ്ട് അവരുടെ മുറിയിൽ നിന്ന്.
ഉമർ റളിയല്ലാഹു തആല വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായപ്പോൾ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെ നബിയുടെ പത്നിമാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് നമസ്കരിച്ചു. അവിടെ കാണാൻ കഴിയും ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത്, ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് കാണാം, അന്ന ജനാസത ഉമർ ദഖല ബിഹാ ഇലാ ഹുജ്റത്തി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫസല്ല അലൈഹി നിസാഉനാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് ബാപ്പയുടെ ജനാസ കൊണ്ടുവന്നു. അവിടെ ഉണ്ടായിരുന്ന നബി പത്നിമാരെല്ലാം അവരുടെ പേരിൽ ജനാസ നമസ്കരിച്ചു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല വഫാത്തായി. അവിടെയും സ്ത്രീകൾ ജനാസ നമസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, ലമ്മാ തുവഫിയ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അർസല അസ്വാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യമറു ബിജനാസതിഹി ഫിൽ മസ്ജിദി ഫയുസല്ലീന അലൈഹി. ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ നബിയുടെ പത്നിമാർ അവരിലേക്ക് ആളയച്ചു. എന്തിനെ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആലയുടെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ, ഇതുവഴി കൊണ്ടുപോകാൻ, അവരുടെ വീട്ടിന്റെ മുന്നിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണ്? അവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്നിട്ട് ഈ നബിയുടെ പത്നിമാർ ജനാസ നമസ്കരിച്ചു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആല മരണപ്പെട്ടപ്പോൾ സ്ത്രീകൾ വീട്ടിൽ വെച്ചിട്ട് ജനാസ നമസ്കരിച്ചു. അലി ഇബ്നു ജുറൈജ് ഖാല സല്ല നിസാ അലാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ അർസാലൻ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു തആലയുടെ പേരിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ജനാസ നമസ്കരിച്ചു. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് കിതാബുൽ ഉമ്മിൽ പറയുന്നത് കാണാം, വഇദാ സല്ലത്തിൻ നിസാഉ മഅന അലൽ ജനാസ ഖാമത്തിൽ ഇമാമത്തു മിൻഹുന്ന വസ്തൻ മഅഹുന്ന ഫി സഫിൽ അവ്വൽ. സ്ത്രീകൾ ജനാസയുടെ പേരിൽ ഒരുമിച്ച് നിന്ന് നമസ്കരിച്ചാൽ അവരുടെ മുൻസഫിൽ അവരുടെ ഇമാമ് മധ്യഭാഗത്ത് അവരോട് ചേർന്ന് നിൽക്കണം, മുന്നിലേക്കല്ല. അതിന്റെ രൂപം വരെ പറഞ്ഞു കൊടുക്കുന്നു. വയുസല്ലി നിസാ അലൽ ജനാസ ഫുറാദ വജമാഅതൻ കമാ യുസല്ലി റിജാൽ. പുരുഷന്മാർ നിസ്കരിക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും മയ്യത്തിന്റെ പേരിൽ ജനാസയുടെ പേരിൽ നമസ്കരിക്കൽ അനുവദനീയമാണ്. ലിഅന്ന അസ്വാജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൈന അലാ അബീ ബക്കർ വ ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആലയുടെ ഒക്കെ പേരിൽ ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. കിതാബുൽ ഉമ്മിൽ കാണാം. അതേപോലെ ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, വ അമ്മാ സ്വലാത്തു നിസാ അലൽ ജനാസ ഫമശ്റൂഅത്തുൻ ലാ ഖിലാഫ ഫീഹി ഇൻദനാ. സ്ത്രീകളുടെ ജനാസ നമസ്കാരം നമ്മുടെ അടുക്കൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത വിധത്തിൽ അത് ശറഅാക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമസ്കരിക്കാം. സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുന്നു, വാപ്പ മരിച്ചു കിടക്കുന്നു, സഹോദരൻ മരിച്ചു കിടക്കുന്നു, ഭർത്താവ് മരിച്ചു കിടക്കുന്നു. സ്ത്രീകൾ അവിടെ നിന്ന് തേങ്ങിക്കരയാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മാറിപ്പോകും. മറിച്ച് മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അവിടെയുള്ള സ്ത്രീകൾ, നമസ്കരിക്കാൻ കഴിയുന്ന ശുദ്ധിയുള്ള സ്ത്രീകൾ, അവർ പോയി ഒന്നുകൊടുത്ത് വന്നിട്ട് ജമാഅത്തായിട്ട് നിന്ന് നമസ്കരിക്കണം. അത് സുന്നത്തായ മുസ്തഹബായ കാര്യമാണ്. അതവർക്ക് ചെയ്യാവുന്നതാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്. ഉമ്മയും ബാപ്പയും മരിച്ചു പോയിട്ടും അല്ലാഹു മഗ്ഫിർ ലഹു അല്ലാഹു മഗ്ഫിർ ലഹാ എന്ന് പ്രാർത്ഥിക്കാൻ പോലും ഭാഗ്യമില്ലാത്തവരായി നമ്മൾ മാറിപ്പോകും. ഇതൊക്കെ സുന്നത്തായ ഷാഫി മദ്ഹബ് അനുസരിച്ച് സുന്നത്തായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോ ലോക ഫുട്ബോൾ വരും. രാത്രി 2:30, 3:30, 4:30 ഒക്കെ എല്ലാവരും എഴുതിച്ചിട്ട് വളരെ ഭക്തിയോടുകൂടി എങ്ങനെ ഫുട്ബോൾ കാണാൻ വേണ്ടി അതിന്റെ മാമാങ്കത്തിലേക്ക് പ്രവേശിക്കാൻ പോകും. റമദാനിൽ പോലും ഖിയാമുൽ ലൈൽ ഇല്ലാത്ത ആള് ഇപ്പൊ കാണാൻ പറ്റും. രാത്രിയിൽ എണീക്കാൻ പറ്റില്ല, സുബഹിക്ക് പള്ളി വരാൻ പറ്റൂല. ഇതൊക്കെയാണ് ആളുകളുടെ ഒരു പ്രശ്നം. ഇതാണ് ഭയങ്കര ക്ഷീണമാണ്. ഗുളി കഴിച്ചിട്ട് കിടക്കുന്നതാണ്, ഭയങ്കര ക്ഷീണമാണ്. പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകി വന്ന് കിടക്കുന്നതല്ലേ അറബിയില്. എഴുന്നേക്കാൻ പറ്റൂല, ജമാഅത്തിനൊക്കെ വരെ വലിയ പാടാണ്. അപ്പം നിങ്ങൾ നോക്കിക്കോളി, അവരെയൊക്കെ കാണാൻ പറ്റും. ഫുട്ബോൾ മാമാങ്കത്തിൽ ഏറ്റവും മുന്നിലെ സോഫിൽ തന്നെ ജമാഅത്തായിട്ട് ഇമാമിന്റെ തൊട്ട് പുറകിലുണ്ടാവുക. പക്ഷെ സഹോദരന്മാരെ കണ്ടോളി, കളിയൊക്കെ നല്ലതാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് നല്ല സമയം. ഈ 2:30 മണിക്ക്, 3:30 മണിക്ക്, 4:30 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളുകൾ ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കും. പോയിട്ട് 2 റക്അത്ത് അല്ലാഹു നിസ്കരിക്കും, 3 റക്അത്ത് ഉത്തര നിസ്കരിക്കും.
എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും, ദുനിയാവിലെ ആഖിറത്തിലെ എല്ലാ കാര്യവും വിജയിപ്പിച്ചു. എന്നിട്ട് പോയി കണ്ടോ. അത് കഴിഞ്ഞ് സുബഹി ജമാഅത്തുണ്ട്, മറന്നു, ഒരു പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിച്ചു നോക്കി. ഈ ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഈ സമയത്ത് പള്ളികൾ ജമാഅത്ത് നിസ്കാരത്തിന് സഫുകൾ കൂടട്ടെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ശീലം ഉണ്ടാവും. അത് നിങ്ങളായിക്കോ ഇതുമായിക്കോ ഒരു കുഴപ്പമില്ല, നന്നാവൂലേ. നമ്മൾ അവിടെ പോയിരുന്നിട്ട് ഈ രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ആരെങ്കിലും ഉണ്ടോ വല്ല അപേക്ഷ ഉണ്ടോ കൊണ്ടുപോകാന്ന് പറയും. നാട്ടിലെ മുഖ്യമന്ത്രി എങ്ങാനും ഷൊർണൂരിൽ ഒരു ഹോട്ടൽ എടുത്തിട്ട് അവിടെ വന്നിട്ട് പറയണം, മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രി, ഷൊർണൂർക്കാർക്ക് വല്ല അപേക്ഷ ഉണ്ടെങ്കിൽ കൊണ്ടുവരും, എല്ലാം ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? അവിടെ അടിപിടി യുദ്ധവും നടക്കൂലേ? ഇവിടെ ഈ പ്രപഞ്ചനാഥനായ റബ്ബുൽ ആലമീൻ ഒന്നാം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, നിങ്ങൾക്ക് വല്ല അപേക്ഷ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം, എല്ലാം ഞാൻ കേട്ടോളാം, ഞാൻ സ്വീകരിക്കാം. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ ഈ 3:30 മണിക്ക് 4 മണിക്ക് കഴിയുന്ന ആൾക്കാർ ഒന്ന് അതും കൂടി ഒന്ന് പരിഗണിക്കണം, ഇൻഷാ അല്ലാഹ് അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ ചില രാജ്യങ്ങളുണ്ട് മഹാകൊടി അക്രമം ചെയ്ത ആളുകൾ, അവരുടെ കൊടിയുടെ നിറം കണ്ടാൽ തന്നെ നമുക്ക് വെറുപ്പ് തോന്നും. അവരൊക്കെ തന്നെ കളിയാണെങ്കിൽ പോലും അവരൊക്കെ അവിടെ അരങ്ങേറ്റം നടത്തുന്ന ആളുകൾ, അവരൊക്കെ ഫലസ്തീനെതിരിൽ ഇസ്രയേലിന്റെ നരനായാട്ടിനെ പിന്തുണച്ചവരാണ്. അത്തരം ആളുകളെ നിങ്ങൾ ആരും പിന്തുണയ്ക്കും? അത്തരത്തിലുള്ള കൊടികളെ, നിറങ്ങളെ, പ്രതീകങ്ങളെ, രാജ്യങ്ങളെ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കണം. തിന്മയ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈകൊണ്ട് തടുക്കണം, അല്ലെങ്കിൽ നാക്കുകൊണ്ട് തടുക്കണം, അതല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്നാണ്. അത് നമ്മുടെ ഈമാന്റെ ഭാഗങ്ങളൊന്നും കൂടി ഓർക്കുകയും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.